മോണ്ടിനീഗ്രോയുടെ തലസ്ഥാനമായ പൊഡ്ഗോറിക്കയിലെ ക്രൈസ്റ്റ് ദ റെസറക്ഷൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം. 1993 നിർമ്മാണം ആരംഭിച്ച് 2013 സമർപ്പിക്കപ്പെട്ട ഈ ദേവാലയം ബാൽക്കൻ മേഖലയിലെ ഏറ്റവും മനോഹരമായ ഓർത്തഡോക്സ് പള്ളികളിൽ ഒന്ന് തന്നെയാണ്. നമ്മൾ പള്ളിക്കകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കാണാനായി സാധിക്കും. സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഭിത്തി ചിത്രങ്ങളും ഭീമാകാരമായ ചാർലിയറുകളുമാണ് ബൈസന്റൻ ശൈലിയിലുള്ള കലാസൃഷ്ടികൾ ദേവാലയത്തിൻ്റെ എല്ലാ ചുവരുകളെയും മുകളിലെ താഴികക്കുടത്തെയും അലങ്കരിച്ചിരിക്കുന്നു. ഇവിടെയുള്ള ഓരോ ചിത്രവും ബൈബിളിലെ സംഭവങ്ങളും യേശുക്രിസ്തുവിൻ്റെ ജീവിതവും വിശുദ്ധരുടെ ജീവിതകഥകളും അവതരിപ്പിക്കുന്നതാണ്. ഓരോ നിറത്തിനും രൂപത്തിനും ആത്മീയമായ അർത്ഥമുണ്ട്. ഈ ചിത്രങ്ങൾ വിശ്വാസികൾക്ക് പ്രാർത്ഥനയിലും ധ്യാനത്തിലും സഹായകമാകുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. മുൻവശത്തുള്ള ഐക്കണോസ്റ്റാസിസ് അതിമനോഹരമായ കൊത്തുപണികളാലും വിശുദ്ധരുടെ ഐക്കണുകളാലും സമ്പന്നമാണ്. മുകളിലെ ഗുബന്തിൽ ക്രിസ്തുവിൻ്റെ രൂപവും ചുറ്റുമുള്ള വിശുദ്ധരുടെ ചിത്രങ്ങളും കാണാം. പ്രകൃതിദത്തമായ വെളിച്ചവും സ്വർണ്ണ അലങ്കാരങ്ങളും ചേർന്ന് അതീവ ശാന്തവും ദിവ്യവുമായ അന്തരീക്ഷമാണ് ഇവിടം സൃഷ്ടിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിൽ കല്ല്, മാർബിൾ, ഗ്രാനൈറ്റ് എന്നിവ അതീവ ശ്രദ്ധയോടെ ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അകത്തളത്തിന് ശക്തിയും മനോഹാരിതയും ഒരുപോലെ ലഭിക്കുന്നു. ഇവിടെ കാണുന്ന ഓരോ ചിത്രവും കൈകൊണ്ട് വരച്ചതാണ്. നിരവധി കലാകാരന്മാർ വർഷങ്ങളോളം പരിശ്രമിച്ചാണ് ഈ ഭിത്തിച്ചിത്രങ്ങൾ പൂർത്തിയാക്കിയത്. ഓർത്തഡോക്സ് സഭയിൽ ചിത്രങ്ങൾ വെറും അലങ്കാരമല്ല, അവ വിശ്വാസത്തിൻ്റെ ദൃശ്യഭാഷയാണ്. വായിക്കാൻ അറിയാത്തവർക്ക് പോലും ബൈബിളിലെ സന്ദേശങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾക്ക് ആത്മീയമായും ചരിത്രപരമായും വലിയ പ്രാധാന്യം തന്നെയുണ്ട്. ഇന്ന് ദേവാലയം ആരാധനയ്ക്കുള്ള സ്ഥലം മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും കലാപ്രേമികളെയും ആകർഷിക്കുന്ന ഒരു പ്രധാന സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. ഇവിടെ എത്തുമ്പോൾ എല്ലാ കലാസൗന്ദര്യവും ശാന്തമായ അന്തരീക്ഷവും അനുഭവിച്ച ശേഷം ഏറെ സന്തോഷത്തോടും ആത്മീയ സംതൃപ്തിയോടും കൂടി തന്നെയാണ് മടങ്ങുന്നത്.